ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച. മഹാവിഷ്ണുവിൻ്റെ തിരു അവതാരമായ വരാഹമൂർത്തിയുടെ തിരു അവതാര ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഭഗവാന്റെ 3ാമത്തെ അവതാരമാണ് വരാഹ അവതാരം. ഇത് കേരളത്തിൽ ആചരിക്കുന്നത് മേടമാസത്തിലാണ്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ, അതായത് ഉത്തരേന്ത്യ ഭാഗത്ത് കൂടുതലായിട്ടും വരാഹമൂർത്തിയുടെ ഈ തിരു അവതാര ദിവസമായി ആചരിക്കുന്നത് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ ദിവസമാണ്. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം വാമന അവതാരം അതൊക്കെ തന്നെ ഉത്തരേന്ത്യയിലുള്ള ആ ദിവസമല്ല കേരളത്തിൽ ആചരിക്കുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഇത് ആചരിക്കുന്നത് മേടമാസത്തിലാണ്. അത് ഇത്തവണ വരുന്നത് 2025 ഏപ്രിൽ മാസം 17-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഭൂമിയുടെ രക്ഷകനാണ്. ഭൂമിദേവിക്ക് ഒരാപത്ത് സംഭവിച്ചപ്പോൾ ആ ഭൂമിദേവിയെ ആ ആപത്തിൽ നിന്നും രക്ഷിച്ച ഭഗവാന്റെ തിരു അവതാരമാണ് വരാഹമൂർത്തി. നമ്മൾക്ക് എന്തെങ്കിലും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഭൂമി മേടിക്കണം എന്നാഗ്രഹിക്കുന്നു, ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, ഇനി ഭൂമിക്ക് പുറത്ത് എന്തെങ്കിലും ലോണോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ലോണൊക്കെ തീർത്ത് നമുക്കൊന്ന് സ്വസ്ഥമാകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇനി ചിലപ്പോൾ നമ്മൾ മേടിച്ച ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റി നമ്മളെ രക്ഷിക്കുന്നതിന് വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് എന്നാണ് പറയുന്നത്. ഇനി ഭൂമി സംബന്ധമായ എന്തെങ്കിലും കേസുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ ഒരു പരിഹാരം കാണും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ധനലാഭം, അതുപോലെ പഠിക്കാത്ത കുട്ടികൾക്ക്, അതായത് ഇച്ചിരി പഠിക്കുന്നില്ല, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, പഠിത്തത്തിൽ ഇത്തിരി പുറകോട്ടായിരിക്കുന്ന കുട്ടികൾ, ഇനി പഠിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ പണമില്ല പഠിക്കാൻ പോകാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതുപോലെ ആയുസ്സിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വലിയ മരണഭീതി പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായി നമുക്ക് ഒരു അഭിവൃദ്ധി ഇല്ലാതിരിക്കുക, ശത്രുദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിന് വരാഹമൂർത്തിക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും കുറച്ച് തെക്കോട്ട് മാറിക്കഴിയുമ്പോൾ, അതായത് തെക്കുവശത്തായിട്ട് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ ആ ഒറ്റ ശ്രീകോവിലിനകത്ത് ഭഗവാനും ഭഗവാന്റെ തുടയിൽ ഭഗവതി, അതായത് ലക്ഷ്മി ദേവി ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. വലിയൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട്. തുളസിമാലയും താമരപ്പൂക്കളുമാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ദേവനും ദേവിക്കും സമർപ്പിക്കുന്നത്. ലക്ഷ്മി വരാഹമൂർത്തിയാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരും. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. പടിഞ്ഞാറേ വാതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും കൂടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഇനി നമുക്ക് വരാഹമൂർത്തിയുടെ ആ തിരു അവതാര കഥ നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിൽ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ ഭാദ്രപദ മാസത്തിലാണ് വരാഹ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഈ ഹനുമാൻ ജയന്തിക്കും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. അതുപോലെയാണ് ഈ വരാഹ ജയന്തിയുടെയും കാര്യം. എന്തു തന്നെയായാലും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. നമുക്ക് വരാഹ അവതാര കഥയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ജയവിജയന്മാരെ പറ്റി അറിവുണ്ടായിരിക്കും. നമ്മൾ
വലിയ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് തിരുപ്പതി പോലെയുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിലായിട്ട് ജയവിജയന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാണ് ജയവിജയന്മാർ? ഭഗവാന്റെ കാവൽക്കാരാണ്. സനകാദി മുനികളാണ്, ബ്രഹ്മദേവൻ്റെ പുത്രന്മാരാണ്. സനകാദി മുനികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ബ്രഹ്മദേവൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഭാഗത്തുള്ള മഹർഷിമാരാണ് സനകാദി മുനികൾ. അവർക്ക് ഏത് സമയത്ത് തന്നെയും ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് കാണുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഇവർ വന്നപ്പോഴേക്കും ഭഗവാൻ പള്ളി ഉറങ്ങുകയായിരുന്നു. അനന്തശയനമാണ്. ആ സമയത്താണ് ഈ സനകാദി മുനികൾ വരുന്നത്. ജയവിജയന്മാർ കാവൽക്കാരാണ്. അവർക്കിനി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ സ്വാമി ആരാണ്? സാക്ഷാൽ വൈകുണ്ഠപതിയാണ്. സാക്ഷാൽ വൈകുണ്ഠപതി ഉറങ്ങുന്ന സമയത്ത് ഇനി ആര് വന്നാലും അവർ കയറ്റിവിടുകയില്ല. അങ്ങനെ ഇവർ കയറ്റിവിട്ടില്ല. ആ സമയത്ത് ഈ സനകാദി മുനികൾക്ക് ദേഷ്യം വരികയും അവർ വൈകുണ്ഠത്തിൽ ഭക്തന്മാരുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തിയ നിങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അറിവില്ലാതെ തങ്ങൾ ചെയ്തു പോയ അപരാധം ക്ഷമിക്കണമേ, ശാപമോക്ഷം അരുളേണമേ എന്ന് അവരാരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാൻ മഹാവിഷ്ണുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, ചെയ്തത് തെറ്റു തന്നെ, പക്ഷേ മഹർഷിമാർ ശപിച്ചു പോയി. ആ ശാപത്തെ ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 3 ജന്മം നിങ്ങൾ അസുരന്മാരായി പിറന്ന് ആ 3 ജന്മങ്ങളിലും എൻ്റെ കയ്യാൽ തന്നെ മരണം വരിച്ച് ഒടുവിൽ എന്നിൽ വന്ന് വിലയം പ്രാപിച്ചു കൊള്ളുക എന്ന് ശാപമോചനവും അദ്ദേഹം നൽകുന്നു. അതനുസരിച്ചിട്ട് ഇവർ, അതായത് ജയവിജയന്മാർ, അസുരഭാവത്തിൽ കശ്യപ മുനിയുടെ പുത്രന്മാരായി ദിതിയുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ദിതി, ദിതിയുടെ ഉദരത്തിൽ ജനിച്ചിരിക്കുകയാണ്. അവരെ ദിതി ഇരട്ടകളായി പ്രസവിക്കും. അവർ അതീവ ദുഷ്ടന്മാരും പരാക്രമശാലികളും മഹാവിഷ്ണുവിൻ്റെ ശത്രുക്കളും ആയിത്തീരും. അവസാനം അവരെ വൈകുണ്ഠപതി വധിക്കുകയും ചെയ്യും. അങ്ങനെ ആണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ജനിക്കുന്നത്. അതിനും ഒരു കഥയുണ്ട്. അതായത് ഒരു ദിവസം സന്ധ്യാസമയമാണ്. ആദിത്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. മരീചിയുടെ പുത്രനാണ് കശ്യപ പ്രജാപതി. കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനത്തിനു വേണ്ട അനുഷ്ഠാനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് സുന്ദരിയായ ദിതി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആദിദക്ഷൻ്റെ പുത്രിയാണ് ദിതി. അവൾ ഭർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുകയും വികാരത്തോടുകൂടി ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, നാഥ, ഇന്നെന്തോ സഹിക്കാനാവാത്ത മന്മഥപീഡയാൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിനു ശേഷം അങ്ങ് സന്ധ്യാവന്ദനം നടത്തിയാൽ മതി. ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. അത് കേട്ടപ്പോൾ കശ്യപൻ പറയുകയാണ്, എന്താണ് ദേവി ഈ പറയുന്നത്? സന്ധ്യാസമയമെന്ന് പറയുന്നത് ദൈവഭജനം ചെയ്യേണ്ടുന്ന സമയമാണ്. ഈ പുണ്യസന്ധ്യാവേളയിൽ കാമകേളിക്കൊരുങ്ങുന്നത് ഏറ്റവും നിഷിദ്ധവും പാപകരവുമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയേ, എൻ്റെ പൊന്നു പത്നി, നീ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കൂ. സന്ധ്യാപ്രാർത്ഥനകൾക്കെല്ലാം ശേഷം ഞാൻ നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാം. പക്ഷേ ദിതി സമ്മതിക്കുന്നില്ല. ദിതിയുടെ ബലപ്രയോഗം, അവളുടെ നിർബന്ധം എല്ലാം കാരണം കശ്യപന് പിടിവിട്ടു പോവുകയാണ്. അങ്ങനെ അവർ
കാമലീലകൾ ആടുകയാണ്. അതിൻ്റെ ഫലമായി ദിതി ഗർഭിണിയായി തീരുകയും അങ്ങനെ ആ ഗർഭത്തിൽ നിന്നും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശത്രുക്കളായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുകയാണ്. അത് ജയവിജയന്മാരുടെ അവതാരങ്ങളാണ്. അങ്ങനെ കാലാന്തരത്തിൽ ദിതി 2 പുത്രന്മാരെ ഇരട്ടയായി പ്രസവിക്കുന്നു. ആദ്യം പിറന്നതാരാണ്? ഹിരണ്യകശിപു. രണ്ടാമത് ഹിരണ്യാക്ഷൻ. അവർ അതീവ ദുഷ്ടന്മാരായിരുന്നു. മഹാവിഷ്ണുവിനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ദൈവഭക്തരും നല്ലവരുമായ സജ്ജനങ്ങളെ അവർ നിരന്തരം ദ്രോഹിക്കുവാൻ തുടങ്ങി. അവർ പിന്നീട് ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് ധാരാളം വരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. അതോടുകൂടി അവരുടെ അഹങ്കാരം വർദ്ധിച്ചു. ത്രിലോകങ്ങളിലും അവരുടെ അധീശത്വം സ്ഥാപിക്കുവാൻ അവർ യുദ്ധം ചെയ്യുകയും എല്ലാവരെയും തന്നെ തോൽപ്പിക്കുകയും അവരുടെ ആസുരഭരണം എല്ലായിടത്തും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവരുടെ ഗുരുവായിരുന്നു അസുരഗുരുവായ ശുക്രാചാര്യർ. അങ്ങനെ മതം പെരുത്ത് തന്നോടെതിരിടാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടി അനുജനായ ഹിരണ്യാക്ഷൻ കയ്യിലൊരു കാരിരുമ്പു ഗദയും വഹിച്ചുകൊണ്ട് അട്ടഹാസം മുഴക്കി നാനാലോകങ്ങളിലും ചുറ്റി നടക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും തന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. പക്ഷേ പേടിച്ചിട്ട് ആരും അവനോട് യുദ്ധം ചെയ്യാൻ വന്നില്ല. എല്ലാവരും പ്രാണഭീതിയോടുകൂടി ഓടി ഒളിച്ചു. ഒടുവിൽ എതിരാളിയായി ആരെയും കിട്ടാത്ത ആ ദേഷ്യത്തിന് ഇനി എന്തു ചെയ്യും? ആരോടെങ്കിലും ഒന്ന് യുദ്ധം ചെയ്യണം. കൈയൊക്കെ ഇങ്ങനെ പെരുക്കുന്നു. എങ്കിൽ ഈ ഭൂമിയോട് തന്നെ ഇരിക്കട്ടെ എൻ്റെ ദേഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയെ തന്നെ അവൻ ചുരുട്ടിയെടുത്തുകൊണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ചാടിയെന്നാണ് ഭാഗവതം പറയുന്നത്. ആഴിയിലെ വെള്ളം അവന് മുട്ടോളമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഭീകരനായിരുന്നു. സാഗരത്തിൽ കിടന്നു തുള്ളിച്ചാടി തിമിർത്ത് വിഹരിച്ചുകൊണ്ട് സാഗരത്തിൻ്റെ ആ തിരമാലകളിൽ അവൻ ഗദയാൽ അടിച്ചു രസിച്ചു. എന്നിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പറപ്പിച്ചു. എന്നിട്ട് തന്നോട് എതിരിടാനായി ആ അസുരൻ സാക്ഷാൽ വരുണനെ തന്നെ പോരിന് വിളിക്കുകയാണ്. അങ്ങനെ പീഡിച്ച് സമുദ്രദേവനായ വരുണൻ പാലാഴിയിൽ ചെന്ന് പത്മലോചനൻ്റെ പാദമലരുകളിൽ അഭയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനോട് ചെന്ന് പറഞ്ഞു, ഭഗവാനെ, ഭൂമിദേവിയെയും കൊണ്ട് ദേവൻ സമുദ്രത്തിൽ വന്ന് കിടന്ന് ബഹളം വെക്കുന്നു എന്ന് പറയുകയാണ്. രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആ സമയത്ത് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന സ്വയംഭുവ മനു, ആ കഥ ഞാൻ ഭാഗവതം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വയംഭുവ മനുവിൻ്റെ കാര്യം. സ്വയംഭുവ മനു സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട്. സൃഷ്ടിക്ക് ആധാരം എന്താണ്? ഭൂമിയാണ്. ഭൂമി പെട്ടെന്ന് കാണുന്നില്ല. ആ സമയത്ത് ഇത്ര വേഗം പ്രളയം ബാധിച്ചുവോ എന്ന് സ്വയംഭുവ മനു ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നേരെ സത്യലോകത്തിലേക്ക് ചെല്ലുകയാണ്. സത്യലോകത്തിൽ ആരാണ്? ബ്രഹ്മദേവനാണ്. അങ്ങനെ ബ്രഹ്മദേവനെ കണ്ട് വിവരമൊക്കെ ധരിപ്പിക്കുകയാണ്. ഭൂമിദേവിയെ കാണുന്നില്ല. ആ സമയം തന്നെ ബ്രഹ്മദേവനും വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് പറയുകയാണ്, അല്ലയോ ലോകരക്ഷക, സൃഷ്ടിക്ക് ആധാരമായ ഭൂമി തന്നെ നശിച്ചിരിക്കുന്നു. കശ്യപപുത്രനായ ഹിരണ്യാക്ഷനാണ് ഭൂമിയെയും ചുരുട്ടിയെടുത്തുകൊണ്ട് എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി ഭൂമിദേവിയെ രക്ഷിക്കണം. ഭൂമിയില്ലാതെ പിന്നെ എങ്ങനെ സൃഷ്ടികർമ്മം നടത്തും? സൃഷ്ടികർമ്മം നടത്തുന്നതിന് വേണ്ടി ഞാൻ മനുവിനെ സൃഷ്ടിച്ചു. പക്ഷേ ഭൂമിയില്ലാതെ മനു എവിടെ പോയി സൃഷ്ടികർമ്മം ചെയ്യും? അവിടുന്ന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കിത്തരണം എന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ബ്രഹ്മദേവൻ അപേക്ഷിക്കുകയാണ്.
ബ്രഹ്മദേവന്റെ ഇപ്രകാരമുള്ള അപേക്ഷ കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ മഹാവിഷ്ണു വരാഹരൂപത്തിൽ, അതായത് ഘോണീ ശിശുവായി ഒരു കുഞ്ഞ് വരാഹരൂപം പ്രാപിക്കുകയും ആ വരാഹരൂപം ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വീഴുകയും ചെയ്തു. ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വീണപ്പോൾ ആ വരാഹമൂർത്തി വളരെ ചെറുതായിരുന്നു. ഒരു കുഞ്ഞു വിരലിൻ്റെ അത്രയും വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു വിരലിൻ്റെ വലിപ്പത്തിലാണ് മൂക്കിൽ നിന്നും പുറത്തേക്ക് വീണതെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ മൂർത്തി പർവ്വത തുല്യം വളർന്ന് ലോകങ്ങൾ 14 നടുങ്ങുമാറ് ഉഗ്രമായൊന്ന് ഗർജിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ ആകൃതിയിലുള്ള ആ പന്നിയെ കണ്ടപ്പോൾ ബ്രഹ്മാവും മരീചിയും തുടങ്ങിയ എല്ലാ മഹർഷിമാരും അത്ഭുതപ്പെട്ടു എന്നും പറയുന്നു. അങ്ങനെ എൻ്റെ മൂക്കിൽ നിന്നും ഒരു വിരൽ മുഴുപ്പിൽ താഴെ വീണ ഈ പന്നിക്കുഞ്ഞ് ഭീമാകാരം പൂണ്ട് അമ്പരപര്യന്തം ഉയർന്നു നിൽക്കുന്നു. ഇദ്ദേഹം ആരാണ്? ഇങ്ങനെ ചിന്തിക്കുകയാണ് ആര്? ബ്രഹ്മദേവൻ. കാരണം മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞപ്പോൾ മൂക്കിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അങ്ങനെ താഴേക്ക് വീണ ആ കുഞ്ഞു രൂപം പെട്ടെന്ന് തന്നെ വളർന്നു വലുതാകുന്നു. ഇതാരാണ് എന്ന് ബ്രഹ്മദേവൻ ചിന്തിക്കുമ്പോൾ അത് സാക്ഷാൽ ശ്രീനാരായണമൂർത്തി തന്നെയാണ് എന്ന് ബ്രഹ്മദേവന് ജ്ഞാനോദയമുണ്ടാവുകയും ചെയ്തു എന്ന് ഭാഗവതം വളരെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ ആ രൂപത്തിൻ്റെ ശരീരമാസകലം പടർന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന നീണ്ട കറുത്ത രോമങ്ങളെ കുടഞ്ഞുകൊണ്ടും വാലു ചുഴറ്റിക്കൊണ്ടും വക്ത്രവും നാസികയും കീഴോട്ടാക്കിക്കൊണ്ടും ബന്ധവാഗ്നി സന്നിഭം ഉജ്ജ്വലിക്കുന്ന നേത്രങ്ങളെ തുറിച്ചുകൊണ്ടും മേതുര വരാഹമൂർത്തി വാരാശിയിലേക്ക് കുതിച്ചു ചാടി എന്ന് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു. തൻ്റെ ശത്രു തന്നെ അന്വേഷിച്ച് വെള്ളത്തിൽ ചാടിയിരിക്കുന്നു എന്ന് ആര് മനസ്സിലാക്കുന്നു? ഹിരണ്യാക്ഷൻ മനസ്സിലാക്കുന്നു. അതോടുകൂടി ആ അസുരൻ പാതാളത്തിൽ ഗൂഢമായി കടന്ന് ഭൂമിയെ അവിടെ ഒരു രഹസ്യമായ കോണിൽ പാർപ്പിക്കുന്നു. മഹാവിഷ്ണു ആ സാഗരം മുഴുവനും തിരയുകയാണ്. എവിടെ? ആ അസുരനും ഭൂമിദേവിയും ഏറ്റവും അവസാനം കാണുന്നില്ല. കണ്ടുകിട്ടായികയാൽ ക്രുദ്ധനായി ഗർജിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടേക്ക് ചെല്ലുന്നു? പാതാളത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ഭൂമി മാത്രമുണ്ട്. ഹിരണ്യാക്ഷൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ആ സമയം സാക്ഷാൽ വരാഹമൂർത്തി തൻ്റെ തേറ്റമേൽ ഭൂമിദേവിയെ പൊക്കിയെടുത്തുകൊണ്ട് ഘോണീരൂപിയായ സാക്ഷാൽ വൈകുണ്ഠപതി പാതാളത്തിൽ നിന്നും ഉയർന്നു വന്നു. ഒളിവിൽ നിന്നുകൊണ്ട് ആ അസുരൻ തൻ്റെ ശത്രുവിനെ കാണുന്നു. ഇവനാണോ എൻ്റെ ശത്രു? ഇതൊരു കാട്ടുമൃഗമല്ലേ? ഇവനെ ഞാൻ എന്തിന് ഭയപ്പെടുന്നു? ഞാൻ വിഷ്ണുവിനെ അല്ലേ അന്വേഷിച്ചത്? എൻ്റെ ഗദ കൊണ്ട് ഒരടിക്ക് ഈ മൃഗമില്ല. ഇവനെ പേടിച്ച് ഞാൻ ഒളിച്ചിരുന്നല്ലോ. കഷ്ടം തന്നെ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ ഗദയും എടുത്തുകൊണ്ട് വരാഹമൂർത്തിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ആ സമയം ഭഗവാൻ വിചാരിക്കുകയാണ്, യുദ്ധം തുടങ്ങാൻ പോകുന്നു. പക്ഷേ ദേവിയെ സുരക്ഷിതമായി ഇരുത്തണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു? താഴ്ന്നു പോകരുത്. നമ്മൾ സമുദ്രത്തിലേക്ക് വെച്ചു കഴിഞ്ഞാൽ, ഭൂമിദേവിയെ വെച്ചു കഴിഞ്ഞാൽ ദേവി വീണ്ടും താഴ്ന്നു പോകരുത്. അങ്ങനെ താഴ്ന്നു പോകാത്ത വിധം തൻ്റെ യോഗശക്തിയാൽ ആഴിയുടെ ഉപരിതലത്തിൽ കീഴോട്ട് താഴാത്ത വിധം ദേവിയെ അവിടെ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിച്ചതിനു ശേഷം സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരി വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി ഹിരണ്യാക്ഷനുമായി യുദ്ധത്തിന് പോവുകയാണ്. ദൈത്യേന്ദ്രൻ ഗദാപാണിയായിട്ടാണ് നിൽക്കുന്നത്. ഗദയും കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് മഹാവിഷ്ണു
തൻ്റെ കൗമോദകം, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, മഹാവിഷ്ണുവിൻ്റെ ഗദയുടെ പേര് കൗമോദകം. കൗമോദകം എന്ന ഗദയെ കയ്യിലെടുക്കുന്നു. അങ്ങനെ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഉഗ്രശബ്ദത്താൽ ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ അന്തർഭാഗം പോലും വിറ കൊണ്ടു എന്നാണ് പറയുന്നത്. ആ യുദ്ധം കാണുന്നതിന് ആകാശത്തിൽ സകല ദേവന്മാരും ഗന്ധർവന്മാരും നാരദരും അതുപോലെ തന്നെ ബ്രഹ്മദേവനും സപ്തർഷികളും എല്ലാവരും വന്നു നിന്നു എന്നും പറയുന്നു. വരാഹമൂർത്തിയുടെ ഗദ അസുരന്റെ ഗദയുടെ പ്രഹരമേറ്റ് സമുദ്രത്തിലേക്ക് തെറിച്ചു വീണു. ആ സമയം ഭഗവാൻ ഉടൻ തന്നെ തൻ്റെ ദിവ്യായുധമായ സുദർശനത്തെ ധ്യാനിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തൃക്കരത്തിൽ വന്ന് വിളങ്ങുന്നു. സംഹാര രുദ്രനെ പോലെ കോപിച്ചലറിക്കൊണ്ടു നിന്ന ഹിരണ്യാക്ഷൻ ഒരു ശൂലമെടുക്കുന്നു. ആ ശൂലം എന്തു ചെയ്യുന്നു? ഭഗവാന്റെ നേർക്ക് എറിയുന്നു. ആ സമയം സുദർശനം കൊണ്ട് ആ ശൂലത്തെ ഭഗവാൻ തടയുകയാണ്. പിന്നെ അവർ തമ്മിൽ മുഷ്ടിയുദ്ധമായി. അതിൻ്റെ ഇടയ്ക്ക് പല മായാപ്രയോഗങ്ങളും അസുരൻ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സുദർശനത്തിൻ്റെ ആ പ്രകാശത്തിൽ ആ മായാ പ്രയോഗങ്ങളെല്ലാം തന്നെ നിഷ്ഫലങ്ങളായി തീരുകയാണ്. അങ്ങനെ ധാരാളം കാലം ഇവർ തമ്മിലുള്ള ഉഗ്രസമരം നീണ്ടുനിന്നു. ഒടുവിൽ ആ അസുരൻ തൻ്റെ സർവശക്തിയും പ്രയോഗിച്ച് വരാഹമൂർത്തിയെ കടന്നു പിടിച്ച് മറിച്ച് താഴത്തേക്കിട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുത്തിമറഞ്ഞു. അങ്ങനെ കുത്തിമറഞ്ഞു വന്ന സമയത്ത് ഭഗവാൻ ഇവൻ്റെ മുതുകിൽ, ഈ അസുരൻ്റെ മുതുകിലേക്ക് പതിക്കുന്നു. ആ മുതുകിലേക്ക് പതിക്കുന്ന ആ സമയത്ത് ഭഗവാന്റെ തോറ്റ കൊണ്ട് അവൻ്റെ കഴുത്ത് പിളർന്നു പോയി. അവൻ്റെ ശരീരം അങ്ങനെ പിളരുകയാണ്. ആ സമയത്ത് ആ അസുരൻ്റെ രക്തം കൊണ്ട് സമുദ്രം മുഴുവൻ നിറഞ്ഞു രക്തവർണ്ണമായി. പിന്നെയും അവൻ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും യുദ്ധം തുടരുകയാണ്. ഈ മുറിഞ്ഞിട്ടും അങ്ങനെ ആ മുറിവും കൊണ്ട് വീണ്ടും യുദ്ധം. അങ്ങനെ വീണ്ടും വളരെ കാലം ഘോരമായ യുദ്ധമാണ് നടന്നത്. ഒടുവിൽ ഭഗവാൻ എന്തു ചെയ്തു എന്നറിയാമോ? ഭഗവാൻ തൻ്റെ തൃക്കാലിനാൽ ആ ഹിരണ്യാക്ഷനെ തട്ടി താഴെ വീഴ്ത്തുന്നു. എന്നിട്ട് തോറ്റ കൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും നടുവെ കുത്തി പിളരുകയാണ്. അങ്ങനെ അവനെ ഭഗവാൻ വധിക്കുകയാണ്. അത് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. ഇന്ദ്രാദി ദേവഗണങ്ങളും നാരദരും ബ്രഹ്മദേവനും അതുപോലെ തന്നെ മഹർഷിമാരും എല്ലാവരും തന്നെ ഭഗവാൻ വൈകുണ്ഠപതിയുടെ മഹിമകളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു. അതിനുശേഷം അനന്തശായി ഭൂമിയെ അനായാസേന തൻ്റെ തോറ്റമേല് എടുത്തിട്ട് യഥാസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു സ്ഥാപിച്ചു എന്നും പറയുന്നു. അങ്ങനെ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി വരാഹരൂപത്തിൽ അവതരിച്ച സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണു പിന്നീട് വൈകുണ്ഠം പ്രാപിക്കുകയും തൻ്റെ കാരണമായ സാക്ഷാൽ മഹാവിഷ്ണുവിൽ നാരായണമൂർത്തിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതാണ് സാക്ഷാൽ വരാഹമൂർത്തിയുടെ അവതാര കഥ. ഈ വ്യാഴാഴ്ച ദിവസം വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചോളൂ. സകല ദോഷങ്ങളും മാറ്റി കരുണാമയനായ വരാഹമൂർത്തി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തന്നതൊന്നും തിരിച്ചെടുക്കുന്ന ഭഗവാനല്ല വരാഹമൂർത്തി. ഭഗവാൻ എന്ത് അനുഗ്രഹിച്ചു നിങ്ങൾക്ക് തന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും ജീവിതകാലം മുഴുവനും നിലനിൽക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ കഠിനമായ ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സത്യം തന്നെ. എങ്കിലും നമ്മൾ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ നാമം ജപിച്ച് വേണമെങ്കിൽ വ്യാഴാഴ്ച വ്രതം വരാഹമൂർത്തിക്ക് വേണ്ടി എടുത്ത് ഒക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ സമ്പൽ സമൃദ്ധികളും തന്നു തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്ത് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എങ്ങും പോകണ്ട, നടന്നു പോയാൽ മതി. ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ കൂടി ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമം തന്നെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. കലിയുഗത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നാമജപം നടത്തുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു രീതി തന്നെ, മറ്റൊരു തലം തന്നെയാണ്. അതും ഭക്തി തന്നെയാണ് എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.